ഫോക്ലോറിൻ്റെ സാമൂഹിക ധർമ്മങ്ങളിൽ മൂന്നാമത്തേത് വിദ്യാഭ്യാസം എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. സംസ്കാരത്തിനുള്ള സാധൂകരണത്തിന് ശേഷം വിദ്യാഭ്യാസം എന്ന ഒരു ധർമ്മവും കൂടി ഫോക്ലോർ നിർവഹിക്കുന്നതായി വില്യം ആർ ബാസ്കം അഭിപ്രായപ്പെടുന്നു. എങ്ങനെയാണ് ഫോക്ലോറിലൂടെ ഒരു ജനത വിദ്യാഭ്യാസം ആർജിക്കുന്നത് എന്ന് ആലോചിക്കുന്നത് കൗതുകകരമായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫോക്ലോറിൻ്റെ പ്രയോക്താക്കളും പ്രചാരകരും സൃഷ്ടാക്കളും ഒക്കെയും ഭൂരിപക്ഷം വരുന്ന അവർണ ജനതയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർ ഔപചാരികമായ വിദ്യാഭ്യാസമൊന്നും നേടിയവരല്ല. അവർ സ്കൂളിൽ പോവുകയോ അല്ലെങ്കിൽ പണ്ടുകാലത്തുള്ള ഗുരുകുലങ്ങളിൽ ശാസ്ത്രീയമായ രീതിയിൽ വിദ്യാഭ്യാസം ആർജിക്കുകയോ ചെയ്ത ആളുകളൊന്നും അല്ല അവർ. അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ അനുഭവങ്ങൾ തന്നെയാണ്. ഓരോ വ്യക്തിയും ഒരു സാമൂഹിക ജീവിയായതുകൊണ്ട് സാമൂഹികമായ ഇടപെടലുകളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ് ഒരു വ്യക്തിയുടെ അറിവായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു വ്യക്തി സമൂഹത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ, നാടിൻ്റെ ഭാഗമായി മാറുമ്പോൾ ഓരോ വ്യക്തിക്കും എന്ത് ലഭിക്കും? ആ നാടിൻ്റേതായ നാട്ടറിവുകളാണ് ലഭ്യമാക്കുക. അങ്ങനെ ലഭ്യമാകുന്ന നാട്ടറിവുകൾ ഒരു വ്യക്തിയുടെ വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കുകയും ഒരു വ്യക്തിക്ക് ആ സമൂഹത്തിൽ ജീവിക്കാനും പെരുമാറാനും ആവശ്യമായ വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പെരുമാറ്റച്ചട്ടങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ബോധമുള്ളവരാവുക, ജീവിതത്തെക്കുറിച്ച് ബോധമുള്ളവരാവുക, സഹജീവികളെക്കുറിച്ച് ബോധമുള്ളവരാവുക, തൻ്റെ സംസ്കാരത്തെക്കുറിച്ചിട്ട് അറിയുക, തങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് ഊർജം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം നൽകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ഫോക്ലോറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിഷ്കൃതരായ സമൂഹം ഔപചാരികമായ വിദ്യാഭ്യാസങ്ങളിലൂടെ ധാരാളം അറിവുകൾ ശേഖരിക്കുമ്പോൾ ആദിവാസികളായ ആളുകൾ, അങ്ങനെയുള്ള ഗോത്രവർഗ വിഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് അവരുടെ അറിവുകൾ കൈമാറുന്നത്? അവരുടെ അറിവുകൾ ഇളം തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നത് അവരുണ്ടാക്കി വെച്ച ഫോക്ലോറിലൂടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ഒരു സമൂഹജീവി എന്ന നിലയ്ക്ക് ഒരു വ്യക്തി നേടിയെടുക്കേണ്ടുന്ന ഒരുപാട് അറിവുകൾ പകർന്നു കൊടുക്കാൻ ഫോക്ലോറിന് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് പെരുമാറേണ്ടത്, നൈതിക മൂല്യങ്ങൾ, നീതിയെ സംബന്ധിച്ച ചില മൂല്യങ്ങൾ ഒക്കെ ഒരുപാട് കഥകളിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഗുണപാഠ കഥകളിലൂടെയും മറ്റുള്ള കഥകളിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് നൈതികമായ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ ആഫ്രിക്കയിലെയും ആസ്ട്രേലിയയിലെയും ആദിവാസികൾ അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് ഫോക്ലോറിലൂടെയാണ് എന്ന് ചില ഫോക്ലോറിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് അവിടെ മാത്രമല്ല, ഇവിടെ ആയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സമൂഹത്തിൻ്റെ ഭാഗമായ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി സമൂഹത്തിന് നിരക്കാത്ത എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കാണിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഓരോ സമൂഹവും ചില കൃത്യമായ രൂപകങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഒരുപക്ഷെ മനസ്സിലാക്കി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു നാടോടി കഥയിലൂടെയോ ഗുണപാഠ കഥകളിലൂടെയോ അല്ലെങ്കിൽ പഴഞ്ചൊല്ലിലൂടെയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നത് അങ്ങനെയാണ്. പഴഞ്ചൊല്ലിലൂടെയൊക്കെ ഒരുപാട് ഗുണപാഠപരമായ നവീകരണപരമായ ഒരുപാട് വിദ്യാഭ്യാസം നൽകാൻ പ്രാപ്തിയുള്ള ഒന്നാണ് പഴഞ്ചൊല്ലുകൾ എന്ന് വേണം പറയാം. അപ്പോൾ ഇതിലൂടെയൊക്കെയും ജീവിത മൂല്യത്തെപ്പറ്റിയും മറ്റും ഒരു വ്യക്തിയെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഉപാധികൾ ഫോക്ലോർ സ്വീകരിക്കാറുണ്ട്. ഇങ്ങനെ തെറ്റുകൾ കാണിക്കുന്ന സമയത്ത് ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില പരിഹാസ കഥകളോ പരിഹാസ ഗാനങ്ങളോ കൂടി ഫോക്ലോർ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാലോ, നമ്മുടെ ഫോക്ലോർ അല്ലെങ്കിലും കുഞ്ചൻ നമ്പ്യാരൊക്കെ ചെയ്തിരുന്ന അത് തന്നെയായിരുന്നു. സമൂഹത്തിൻ്റെ ദോഷങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് സമൂഹത്തെ നന്നാക്കാനുള്ളൊരു ശ്രമമാണല്ലോ നമ്പ്യാരൊക്കെ നടത്തിയിരുന്നത്. അതുപോലെ ഒരു വ്യക്തിയുടെ തെറ്റിനെ അയാളെ ബോധ്യപ്പെടുത്തുന്ന മട്ടിൽ ചില പരിഹാസ പാട്ടുകളിലൂടെ അത് ബോധ്യപ്പെടുത്തുകയും അവനെ നേരായ വഴികളിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനുമൊക്കെ ഫോക്ലോർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പറയാവുന്ന വേറൊരു ഉദാഹരണം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ജീവിതത്തിൻ്റെ പൊതുരീതികളെ പറ്റിയിട്ടും ജീവിതത്തിൻ്റെ ഗുണപരമായ ചില കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ ചിട്ടവട്ടങ്ങളെ പറ്റിയിട്ടൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന വിഭാഗം തന്നെയാണ് ഫോക്ലോറിലെ നാടോടി പാട്ടുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഒരു ദിവസം ഉണർന്നെണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് വളരെ കൃത്യമായ ചില രൂപരേഖകൾ നമ്മുടെ വടക്കൻ പാട്ടിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാലത്തെഴുന്നേറ്റ് മുറ്റ അടിച്ചു വാരി ഇന്നത് ചെയ്യണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ധാരാളം സൂചകങ്ങൾ കഥയിൽ ഉള്ളടക്കം ഉള്ളതായിട്ട് കാണാം. ഉണരുന്നത് മുതൽ ദിവസം അവസാനിക്കുന്നത് വരെയുള്ള അവരുടെ പ്രവൃത്തികൾ ആണ് വടക്കൻ പാട്ടുകളിൽ വിവരിക്കുന്നതായിട്ട് കാണുന്നത്. അതിലൂടെ ഒരു വീട്ടമ്മയുടെ കർത്തവ്യത്തെപ്പറ്റി വരുന്ന തലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുക്കാൻ ഇത്തരം പാട്ടുകൾ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പാട്ടുകൾ കേട്ട് വളരുന്ന ഒരു കുട്ടി ഭാവിയിൽ അങ്ങനെ ജീവിക്കുവാനുള്ള ഒരു ആന്തരിക ബോധം, ഒരു സാംസ്കാരിക ബോധം ഒരു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം
എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള ജീവിതപരമായ വിദ്യാഭ്യാസം നൽകാൻ, ജീവിതപരമായ നാട്ടറിവുകൾ നൽകാൻ, വിദ്യാഭ്യാസം നൽകാൻ ഫോക്ക്ലോറിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളത് മൂന്നാമത്തെ പോയിൻ്റായിട്ട് വില്യം ആർ പാസ്കം അഭിപ്രായപ്പെടുന്നു. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് നമ്മൾ ഫോക്ക്ലോർ പഠിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കണം.